ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മാംസ് ഓഫ് ഫോർ. അപ്പോൾ ഇന്നൊരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. തേങ്ങാച്ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നല്ല വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷൻ ഇട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബീഫ് കറി ആട്ടോ. ഞാൻ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് എണ്ണ നല്ലതുപോലെ അങ്ങ് ചൂടായി വരുമ്പോൾ സ്വല്പം ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതങ്ങ് പൊട്ടി വരുമ്പോഴേക്കും ഞാനൊരു ഇടത്തരം സവാള ഒരു 3 എടുത്തിട്ടുണ്ട് കേട്ടോ. വലുതാണെങ്കിൽ ഒരു 1.5 സവാള മതി. കാരണം 3/4 കിലോ ബീഫാണ് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കണേ കേട്ടോ. ആ സവാള ഇട്ട് നല്ലതുപോലെ അങ്ങ് വഴണ്ട് വരുമ്പോഴേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ കേട്ടോ. അതങ്ങ് വഴന്ന് വരുമ്പോഴേക്കും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി കുറച്ച് നേരം ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് ഒരു 3 പച്ചമുളക് നടുവ കീറിയതിട്ട് കൊടുക്കണം. അപ്പോൾ എരിവുള്ള പച്ചമുളകായതുകൊണ്ട് കേട്ടോ 3, എരിവ് കുറഞ്ഞതാണെങ്കിൽ 4 5 അത് നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം സ്വല്പം കറിവേപ്പിലയും പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്രഷ് ബേ ലീഫ് ആയതുകൊണ്ടാണ് കേട്ടോ അതിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണേ. കാരണം ഇവിടെ ഫ്രഷ് ഉണ്ട്. അല്ല നമ്മൾ മേടിക്കണ ബേ ലീഫാണെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഇതെല്ലാം കൂടി നല്ലതുപോലെ വെന്ത് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് 3ഉം ചേർത്ത് 1 മിനിറ്റ് നല്ലതുപോലെ ചെറു തീയിലിട്ടങ്ങ് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറണ വരെ അങ്ങ് ഇളക്കിയെടുക്കണം കേട്ടോ. അത് മറക്കാതെ ചെയ്യണേ. നല്ലതുപോലെ അങ്ങ് ഇളക്കിയെടുക്കണം, കരിഞ്ഞു പോകരുത്. അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്തിട്ടും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ലതുപോലെ ആ അരപ്പെല്ലാം ബീഫിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അതെല്ലാം ഇളക്കി നല്ല സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വല്പം കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ട് ഒന്നോടെ ഒന്ന് യോജിപ്പിച്ച് ഒരു 1/2 ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു 8 വിഷിൽ വരണ വരെ നല്ലതുപോലെ അങ്ങ് വേവിച്ചെടുക്കാം. 8 വിഷലിന് ബീഫൊക്കെ വെന്ത് നല്ല സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ രുചി കൂട്ടാനുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം, വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സ്വല്പം തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 2 പച്ചമുളക് നടുക കീറിയതും കൂടി നല്ലതുപോലെ അങ്ങ് വഴറ്റി മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ച് ഇളക്കി ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ അതും കൂടെ ചേർത്താൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആട്ടോ. തേങ്ങാച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.